ജെൻറ്റിൽ മസാജ് മാത്രമേ നമ്മൾ അഡ്വൈസ് ചെയ്യുന്നുള്ളൂ. ഇൻഫാക്ട് നമ്മൾ വളരെ ഒരു ഒട്ടും പ്രസ് ചെയ്യാതെ കുഞ്ഞിനെ മസാജ് ചെയ്താലും ഒത്തിരി പ്രസ് ചെയ്ത് കുഞ്ഞിനെ മസാജ് ചെയ്താലും രണ്ടും കുഞ്ഞിന് പെയിൻഫുൾ ആയിട്ടുള്ള സ്റ്റിമുലസ് ആണ് കൊടുക്കുന്നത്. അത് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഒരു ജെൻറ്റിൽ സർക്കുലർ മസാജ്, വട്ടത്തിലായിട്ട് ഒരു ജെൻറ്റിൽ ആയിട്ടുള്ള മസാജ് മാത്രമാണ് നമ്മൾ കുഞ്ഞിന് പറയുന്നത്. അതും ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നതാണ്, മണമുള്ള ഒലിവ് ഓയിൽ ഉപയോഗിച്ചോട്ടെ, ആൽമണ്ട് ഓയിൽ ഉപയോഗിച്ചോട്ടെ, ഇതൊന്നും വേണമെന്നില്ല. നമ്മൾ സാധാരണ വെളിച്ചെണ്ണ, അധികം കട്ടിയില്ലാത്ത, അധികം സ്മെല്ലില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് കുഞ്ഞിനെ കുളിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം. അതിൽ മെഡിക്കേറ്റഡ് ഓയിൽസ് ഒന്നും വേണമെന്നില്ല. അതുപോലെ തന്നെയാണ് കുളിപ്പിച്ചിട്ട് വായുടെ കവിൾ ഉടയ്ക്കാനായിട്ട് വായ്ക്കകത്ത് കൈയിടുക, അതുപോലെ വെള്ളം കയറാതിരിക്കാനായിട്ട് ചെവിക്കകത്ത് നൂറിയെടുക്കുക, മൂക്കിനകത്ത് നൂറിയെടുക്കുക, ഇത് ഒന്നും എൻ്റർടൈൻ ചെയ്യാൻ പാടില്ലാത്ത പ്രാക്ടീസസ് ആണ്. സാധാരണ പോലെ എണ്ണ തേച്ച് കുഞ്ഞിനെ കുളിപ്പിച്ച് സാധാരണ ഉപയോഗിക്കുന്ന സോപ്പുകൾ, ബേബി സോപ്പുകൾ അവൈലബിൾ ആണ്. അതിൽ നല്ലൊരു ക്വാളിറ്റി സോപ്പ്, pH അനുയോജ്യമായൊരു സോപ്പ് ഡോക്ടറോട് ചോദിച്ചാൽ ഡോക്ടർ പറഞ്ഞു തരും. അത് ഉപയോഗിച്ച് കുളിപ്പിച്ച് പെട്ടെന്ന് കുളിപ്പിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ജനറൽ കെയറിലുള്ളത്.